സംഭവിച്ചേ? ഇനിയിപ്പോ എന്നെ മാത്രം അങ്ങ് പറ. ഞാൻ മാത്രല്ല, നിങ്ങളും കൂടിയാ വഴക്കുണ്ടാക്കിയത്. ആര് പറഞ്ഞു? നിന്നെ കെട്ടിയത് എന്റെ ഏറ്റവും വലിയ കുറ്റായി പോയെ. അയ്യോ, ഞാൻ മാത്രല്ല, നിങ്ങൾ കൂടിയാ വഴക്കുണ്ടാക്കിയത്. ആര് പറഞ്ഞു? നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, അവർക്കറിയാം ഞാനല്ല വഴക്കുണ്ടാക്കിയത്, നിങ്ങളാണ്. നീ ഇങ്ങനെ വലിയ വർത്താനം പറയണ്ട. നീ കാരണം വഴക്കുണ്ടായേ, നീ കാരണം വഴക്കുണ്ടായേ. മടുത്ത്, എനിക്ക് മടുത്ത്. നീ റൂമിൽ പോയിട്ട് ഇനി നേരെ റെസ്റ്റ് എടുക്ക്. ക്ഷീണം മാറിയിട്ട് നമുക്ക് ബാക്കി വഴക്കുണ്ടാക്കാം. ഓ, വഴക്കുണ്ടാക്കി മടുത്തെന്നല്ല, എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം മടുത്ത്. ഈ കുടുംബത്തിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ? മടുത്ത്. ഉപ്പും മുളകും ഇല്ലെന്ന് പറഞ്ഞ് നീ എന്തിനാടി മടുക്കുന്നേ? അതിനല്ലേ നമ്മുടെ ഫ്ലവേഴ്സിൽ ഉപ്പും മുളകുള്ളത്. എന്തോരം കണ്ടാലും മടുക്കില്ല. താൻ ഇത് പറയും. നിങ്ങൾക്കറിയോ, എനിക്ക് ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യമില്ല. എടി കരയല്ലടി, കരയാതിരിക്കി. കണ്ടോ ചേച്ചി, കരയാൻ പോലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഈ വീട്ടിലില്ല. നിങ്ങൾ ഇത് കണ്ടോ? സ്വന്തം ഭാര്യ കരയുമ്പോ കരയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭർത്താവ് ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെ? കണ്ടോ, ഞാൻ എന്ത് ചെയ്താലും കുറ്റവാ. എന്ത് ചെയ്താലും കുറ്റാണെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യ നിങ്ങളിത് ചെയ്യാൻ നിൽക്കുന്നേ? നിങ്ങൾക്കറിയാലോ, എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത് പിന്നെ ഈ നാട്ടിലെ ഒരു മനുഷ്യനോട് പോലും വേണ്ടത്തിന് വർത്താനം പറയുന്നവളല്ല ഈ കുഞ്ഞലക്ഷ്മി. അത്രയ്ക്ക് ഇഷ്ട ഈ നാട്ടുകാർക്ക് എന്നെ. സുധാകരൻ ചേട്ടാ, ചായ കുടിച്ചോ? ഓ, ഇല്ലെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുവാടാ. അല്ല, സുധാകരൻ ചേട്ടനെ ചായ കുടിപ്പിക്കാൻ നീ ആരാടാ? മാക്രി, അവന്റെ ഒരു സുധാകരൻ ചേട്ടൻ. സോറി ട്ടോ, ഇതുവരെ ആരോടും മോശം വാക്ക് പറയത്തെ എന്നെയാ ഇരിയാനിട്ട് കരയിപ്പിക്കുന്നത്. എടി, നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഇന്നിവിടെ പാത്രം കഴുകിയിട്ടുണ്ടോ? കഞ്ഞി വെച്ചിട്ടുണ്ടോ? അതെ മനുഷ്യ, ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. എന്ത്? പാത്രം കഴുകിയില്ല, അതുകൊണ്ട് കഞ്ഞി വെച്ചില്ല. എടി, നീ നിന്റെ ഈ സ്വഭാവം മാറ്റില്ലേ, നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടും. അയ്യോ, അങ്ങനെ ചുമ്മാതൊന്നും ഞാൻ പോകത്തില്ല. ഞാൻ കൊണ്ടുവന്ന സാധനം മുഴുവൻ എനിക്ക് കിട്ടണം, എന്നാലേ ഞാൻ പോകത്തുള്ളൂ. എടി, അത് വേറെ മേടിച്ചെന്നാ പോരെ? പറ്റത്തില്ല, എനിക്ക് അത് തന്നെ വേണം. വല്ല സ്വർണ്ണോ പണോ ആണേ ശരിയായിരുന്നു. ഇതെന്താന്നല്ലേ, ഒരു കൊല നേന്ത്രപ്പഴം, അത് തന്നെ ഞാൻ ഇവക്ക് എങ്ങനെ മേടിച്ചു കൊടുക്കാനാ? എനിക്ക് എന്തായാലും അത് തന്നെ വേണം. അതിനും പറ്റി ഇവക്കിട്ടൊന്ന് കൊടുക്കുന്നതാ. ഫോൺ ബെല്ലിന്റെ താളത്ത് കരയുന്നോ? ഹലോ, എടാ, ഇയാൾ എന്നെ കൊല്ലുവാടാ. നീ ഒന്ന് വേഗം വാ. അവിടുന്ന് മൂന്നാമത്തെ വീട്. ആരാടി വിളിച്ചേ? ആരാടി വിളിച്ചേന്ന്? എന്റെ കൊച്ചച്ഛന്റെ മകൻ. എന്നെ തൊട്ടാലേ ചോദിക്കാനും പറയാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവനെ സിനിമാ നടനാ. അതെ, തിരക്കുള്ള നടനല്ലേ, എന്ത് ചെയ്യാനാ. സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലൊക്കെ ഞാനിപ്പോ വേറെ സെറ്റ് വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഇപ്പൊ ഇച്ചിരി തിരക്കുണ്ട്. ഞാൻ അടുത്ത വേറെ സെറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഷൂട്ടുണ്ട് കേട്ടോ. ഫ്രീ ആകുമ്പോൾ വിളിക്കാം. ഓക്കെ. നീ ആരോടാടാ സെറ്റിലാന്ന് പറഞ്ഞു വിളിക്കുന്നേ? അത് ചേച്ചി, ഞങ്ങൾ ഈ സിനിമാ നടന്മാര് ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ സെറ്റിലാണെന്ന് പറയും. ഇത് ഞങ്ങളുടെ ഒരു ട്രിക്ക് അല്ലേ? ഈ സിനിമ തന്നെ ഒരു ട്രിക്ക് അല്ലേ അളിയാ? അങ്ങനെ. പിന്നെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജയം രവി. ജയൻ രവി ഒരു തമിഴ് സിനിമ നടനല്ലേ? അയ്യോ, ജയം രവി അല്ല, ജയൻ രവി. എന്റെ പേര് ജയൻ, അച്ഛന്റെ പേര് രവി. അങ്ങനെ ഞാൻ ജയൻ രവി. ചേട്ടാ നമസ്കാരം. എടാ ജയ. നസീർക്ക. എടാ മോനെ. ചേട്ടാ. എടാ മക്കളെ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. മിണ്ടാതിരിക്കുക ചേച്ചി. ഇവിടെ സിനിമാ നടന്മാർ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ എനിക്കത് ഇഷ്ടമല്ല. ഇച്ചിരി മാറി നിൽക്കണം കേട്ടോ. ചേട്ടാ, ഞാന് തിരക്കുള്ളൊരു സിനിമാ നടനാണ്. നീ എന്താന്ന് തിരക്കി നടക്കുന്നത്? തിരക്കി നടക്കുന്നല്ല, തിരക്കുള്ളൊരു സിനിമാ നടനാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബിജുക്കുട്ടൻ ചേട്ടാ എത്രയോ സെറ്റ് വെച്ച് കണ്ടിരിക്കുന്നു. അല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെ കാണണമെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെന്നില്ലല്ലോ. നിന്റെ അനിയൻ ഒരു സിനിമാക്കാരനാന്ന് പറഞ്ഞിട്ട് ആർക്കും ഇവൻ അറിയില്ലല്ലോ. നസീർക്ക, ഞാൻ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിലവരൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയോ. ഏതൊക്കെ പടാ അങ്ങ് പറഞ്ഞു കൊടുക്കടാ ചെറുക്ക. നസീർക്ക, എന്റെ ആദ്യത്തെ പടം എന്ന് പറയുമ്പോ മറവത്തൂർ കനവ്. അതിലേത് വേഷമാടാ? മറവത്തൂർ കനവിലെ കോരാ സാർ നല്ല വേഷമായിരുന്നു. പക്ഷെ എന്റെ റോൾ മമ്മൂക്കയുടെ റോളിനേക്കാൾ മേളാന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഒഴിവാക്കി.
അങ്ങനെ ക്യാരക്ടർ കട്ട് ചെയ്ത് പേര് മാത്രം വെച്ച് അവര് സിനിമ ചെയ്തു. അതുപോലെ തന്നെ ലാലേട്ടൻ എന്ത് ചെയ്ത്? ലാലേട്ടന്റെ 6-ാം തമ്പുരാൻ സിനിമയ്ക്കകത്ത് ആ പന്ന എബി മാത്യു അത് ഞാനാ. പന്നനാണെങ്കി ഇവൻ തന്നെ ആവും. അനിയനല്ലേ, അപ്പൊ പന്നൻ തന്നെ. അതെ, സിനിമാക്കാർ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സാഹിത്യേട്ടൻ പറയുമല്ലോ, ആ പന്നൻ എബി മാത്യു പണി വച്ചിച്ചെന്ന്. ഇത് കേട്ടപ്പോ ലാലേട്ടന് തോന്നി ഞാൻ വളർന്നു വന്നാൽ പണിയാകുമെന്ന്. അങ്ങനെ ലാലേട്ടനും മമ്മൂക്കയും കൂടാണ് എന്നെ ഒതുക്കിയത്. എടി സത്യം പറ, ഇവൻ സിനിമയിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, നരസിംഹത്തിൽ ലാലേട്ടൻ ഇൻട്രോ സീനിൽ മറ്റേ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാരും ഓടി വരത്തില്ലേ, ആ ഓടി വരുന്നതിന്റെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ വീഴുന്നില്ലേ, അത് ഞാനാ. അത് നീയാണോ? അത് ഞാനാ. അത് നീയാണോടാ? അത് ഞാനാ. ശരിക്കും ഇവൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാ. അതാണോ ഇപ്പോഴത്തെ വിഷയം? ചേച്ചി, എന്താണ് ഇവിടുത്തെ വിഷയം? എടാ, ഇയാൾ എന്നോട് എപ്പോഴും വഴക്കിടുവാടാ, എന്റെ കൈയൊക്കെ തിരിച്ചോടിക്കൂ. എടാ കുച്ചിക്കട, ഇനി നീ തോമയുടെ പെങ്ങളുടെ കൈ കയറി പിടിച്ച നിന്റെ തല നടുറോട്ടി കൂടെ ഉരുളും. പിന്നെ ഇതെന്റെ പുതിയ റൈവൻ ഗ്ലാസ്, ഇത് നീ ചവിട്ടി പൊട്ടിച്ച നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. എന്തുവാടാ ഇത്? അഭിനയം. അവന്റെ ഒരു അഭിനയം. എടാ, നിനക്ക് കലാപരമായിട്ടുള്ള ഒരു കഴിവുണ്ടോടാ? 4 ആൾക്ക് നിന്നെ അറിയോടാ അവന്റെ ഒരു അഭിനയം. ഇനി നീ വാ തുറന്ന നിന്റെ ചെപ്പാൻകുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും. നിന്റെ കൈയും കാലും കെട്ടിയിട്ടുണ്ട് കൊച്ചി കാരി കൊണ്ട് തള്ളും. എന്റെ പെങ്ങളുടെ കഴുത്തി കിടക്കുന്ന താലിമാലയുടെ ബന്ധം ഞാനങ്ങ് മറക്കും. കേട്ടാ ആളിയ? അളിയ, എങ്ങനെയുണ്ടല്ലോ എന്റെ അഭിനയം? അഭിനയായിരുന്നോ? എന്റെ ജീവൻ ഇപ്പൊ പോയനെ. ദൈവമേ. എടാ, നീ ഇവിടെ അഭിനയിക്കാൻ വന്നതാണോടാ? അല്ല. ഇങ്ങനെ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ നിനക്ക് വല്ല അറിയോ? അളിയൻ എന്താ അളിയ ആട്ടുംകൂട്ടി കാട്ടിക്കുന്നേ? ആട്ടുകൂട്ടി കാട്ടിക്കുന്നേ? കാട്ടിക്കൂട്ടുന്നല്ല, ഇങ്ങനെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന നിനക്ക് എന്തേലും അറിയോന്ന്? എനിക്കൊരു സ്വസ്ഥത തരത്തില്ല. ஒரு வாட்டி ஒரு முடிவு பண்ணிட்டா என் பேச்சு நானே கேட்க மாட்டேன். ആട്ടയാണെങ്കിൽ അത് നീ തന്നെയാ. അവരെന്തോ കഴിച്ചത്? പുട്ടും തെറിവയറും. പുട്ടെന്തിനാളിയാ തെറി പറയുന്നേ? അയ്യോ, പുട്ട് തെറി പറയുന്നല്ല, ഈ പുട്ടിന്റെ പേര് ഒരു പച്ച നിറത്തിലുള്ള ചെറുപയറ്. ചെറുപയറ്. എടാ, നീ ഇങ്ങനെ തിന്നോന്നറിയാൻ വന്നതാണോടാ? അല്ല ചേച്ചി, എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? എടാ, ഇങ്ങനെ എന്നോട് ഓരോന്ന് പറഞ്ഞ് എന്നെ കരയിക്കുവാ. അളിയാ, എന്തിനാണ് അളിയാ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കുന്നത്? എല്ലാം കൂടെ ചേർത്ത് ഒറ്റടിക്ക് പറഞ്ഞ് ഒറ്റ കരച്ചിൽ തീർക്കാൻ പാടില്ല അളിയാ. ഇയാളോട് ഞാൻ ഇന്നലെ കുക്കറിൽ കടലിട്ട് വെക്കാൻ പറഞ്ഞു. എന്തിനാ ചേച്ചി അളിയന്റെ നിക്കറി കടലിട്ട് വെക്കുന്നത്? കുക്കറിൽ കടലിട്ട് വെക്കാൻ. എന്നിട്ട് ഇയാൾ ആ കുക്കർ എടുത്തിട്ട് കടലിൽ തള്ളി. പറയുമ്പോ തെളിച്ചു പറയണം, അല്ലെങ്കിൽ ഈ വീട്ടിലെ സകലമാന സാധനങ്ങളും കടലിൽ കിടക്കും. നിങ്ങൾ എന്തിനാണ് ഈ നിസ്സാര കാര്യങ്ങൾ കടി ഉണ്ടാക്കുന്നത്? അളിയ, ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയണം. പെട്ടെന്നുണ്ടാകുന്നതും ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതും എന്താണ്? മരം. എടോ മരവാഴെ, മരവല്ല, വഴക്ക്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. കൈ കൊടുത്തേ. രണ്ടുപേർക്ക് സന്തോഷമായല്ലോ? ഓ, സന്തോഷായി. നിനക്ക് സന്തോഷായോ? എനിക്ക് സന്തോഷായി. അല്ലടാ, നിനക്ക് വലിയ തിരക്കല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ 2 ദിവസം നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. അതിനാര് പോകുന്നു? 1 മാസം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെന്താ? അതായത് അളിയ, അളിയനും ചേച്ചിയും വഴക്കാന്നും പറഞ്ഞ് ചേച്ചി എന്നെ വിളിക്കുമ്പോ ഞാൻ സിനിമാ സെറ്റിലായിരുന്നു. അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് ഞാൻ സംവിധായകന്റെ അടുത്ത് പറഞ്ഞു. പുള്ളിക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ നിങ്ങളെ രണ്ടുപേരെ മൊത്തം കഥ പുള്ളി എടുത്ത് പറഞ്ഞു. ഇത് കേട്ടതും ഈ കഥ സിനിമയാക്കണമെന്ന് പുള്ളിക്ക് ഒരേ നിർബന്ധം. അഡ്വാൻസും തന്നു. അതിന് നിങ്ങളുടെ ജീവിതകഥ പച്ചയായിട്ട് എനിക്ക് പുള്ളിയുടെ കൈ എഴുതി കൊടുക്കണം. അതിന് ഞാൻ കുറച്ചു നാളിവിടെ കാണും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ഇറങ്ങി പോണ